എല്ലാവർക്കും നമസ്കാരം. നല്ല കുറുകിയ ചാറോട് കൂടിയ ഒരു സ്പെഷ്യൽ അയലക്കറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. നമ്മൾ സാധാരണ മീൻ കറി തയ്യാറാക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി ഒരു സ്പെഷ്യൽ രുചിയോടെയാണ് നമ്മൾ ഇന്ന് ഈ കറി തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മീൻ കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ സ്പെഷ്യൽ അയലക്കറി തയ്യാറാക്കാനായിട്ട് 500 ഗ്രാം മീഡിയം സൈസിലുള്ള അയല ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വലിയ അയലയാണ് എടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടാനുള്ള എളുപ്പത്തിന് 2-3 കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ച് ചേർക്കുന്നതാവും നല്ലത്. കറി തയ്യാറാക്കുന്നതിന് മുൻപ് ഒരു 1/4 കപ്പ് ചൂടുവെള്ളത്തിലേക്ക് 4 ചെറിയ കഷ്ണം കുടമ്പുളി ഇട്ട ശേഷം ഒന്ന് കുതിർത്താനായി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് ചേരുവകൾ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഇതുപോലെ കറി തയ്യാറാക്കാനുള്ള മൺചട്ടിയോ അല്ലെങ്കിൽ ഒരു പാനോ സ്റ്റൗവിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുത്ത ശേഷം ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് 8-10 ചെറിയുള്ളി 2-3 കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 2-3 മിനിറ്റ് വഴറ്റി ഉള്ളിയുടെ കളറെല്ലാം ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ നിറമായി കഴിയുമ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒട്ടും പുളിയില്ലാത്ത വലിയ പഴുത്തൊരു തക്കാളി ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് തക്കാളി ഒന്ന് സോഫ്റ്റായി കിട്ടും വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി കൂടി ഒന്ന് സോഫ്റ്റായി കിട്ടിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റി ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരുപാട് പേസ്റ്റ് ആവാതെ കുറച്ച് തരിയോട് കൂടി ഒന്ന് അരച്ചെടുക്കാം. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച ശേഷം ഇനി നമുക്ക് മീൻ കറി തയ്യാറാക്കാനായി തുടങ്ങാം. മീൻ കറിയുടെ യഥാർത്ഥ രുചി കിട്ടണമെങ്കിൽ ഇതുപോലെ ഒരു മൺചട്ടിയിൽ തന്നെ തയ്യാറാക്കുന്നതാണ് നല്ലത്. ചട്ടി നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കൂടെ തന്നെ ഒരു നുള്ള ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും ഒപ്പം തന്നെ 2 വറ്റൽമുളക് കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 8-10 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 2-3 മിനിറ്റ് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം പച്ചച്ചുവ മാറും വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചച്ചുവ എല്ലാം ഒന്ന് മാറി കളറെല്ലാം ഒന്ന് മാറിയതിനു ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് 4-5 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഉള്ളി നന്നായിട്ടൊന്ന് സോഫ്റ്റായി കളറെല്ലാം ഒന്ന് മാറി കിട്ടും വരെ വഴറ്റിയെടുക്കാം. ഉള്ളിയും ഇപ്പോൾ നന്നായിട്ടൊന്ന് സോഫ്റ്റായി പച്ചച്ചുവ എല്ലാം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മിക്സിയിൽ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയുടെയും തക്കാളിയുടെയും ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. ഉള്ളിയുടെയും തക്കാളിയുടെയും ഈ ഒരു പേസ്റ്റ് ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 3-4 മിനിറ്റ് ഉള്ളിയുടെയും തക്കാളിയുടെയും പച്ചച്ചുവ എന്തെല്ലാം ഉണ്ടെങ്കിലൊന്ന് മാറി കിട്ടും വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എല്ലാ ചേരുവകളും നന്നായിട്ടൊന്ന് അലിഞ്ഞുടഞ്ഞ് ചേർന്ന് തയ്യാറാക്കുന്നത് കൊണ്ടാണ് ഈ ഒരു കറിയുടെ ഗ്രേവിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉള്ളത്. അങ്ങനെ ഏകദേശം 3 മിനിറ്റോളം വഴറ്റി ഉള്ളിയുടെയും തക്കാളിയുടെയും പച്ചച്ചുവ എല്ലാം ഒന്ന് മാറി സൈഡിൽ എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. കൂടെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒപ്പം തന്നെ 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ലൊരു കളറിനായിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളറിന് വേണ്ടി മാത്രമാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ സാധാ മുളക് പൊടി 1 ടീസ്പൂൺ അധികം ചേർത്താലും മതി. പൊടികൾ ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറുകിയ കറി ആയതുകൊണ്ട് 1 കപ്പ് വെള്ളം മാത്രമാണ് ഒഴിക്കുന്നത്. വെള്ളം ഒഴിച്ച് മസാലയിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി ആ വെള്ളത്തോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. വാളൻ പുളിയാണ് ചേർക്കുന്നതെങ്കിൽ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള വാളൻ പുളി 1/4 കപ്പ് ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ച ശേഷം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്ത് ഈ സമയം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് ഇതൊന്ന് തിളച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനെല്ലാം ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം. എല്ലാ മീനുകളും ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച ശേഷം ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു തവി ഉപയോഗിച്ച് മീനെല്ലാം കറിയിലേക്ക് നന്നായിട്ടൊന്ന് മുങ്ങിക്കിടക്കുന്ന വിധം വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ 12 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് തയ്യാറാക്കുന്നത് കൊണ്ട് അടിപിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇടയ്ക്ക് 2-3 തവണ മൂടി തുറന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച ശേഷം ചട്ടി ഇതുപോലെ കയ്യിലെടുത്തൊന്ന് ചുറ്റിച്ചെടുത്ത ശേഷം വീണ്ടും മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ കറക്റ്റ് ഒരു 13 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ കറി ഒന്നുകൂടി ഒന്ന് കുറുകി കറിയിലെ എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞ് മീനെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് വന്നു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് തവിയിട്ടിളക്കി മീൻ പൊടിഞ്ഞു പോകാതിരിക്കാനായി ചട്ടി ഇതുപോലെ കയ്യിലെടുത്തൊന്ന് ചുറ്റിച്ചെടുക്കാം. മൺചട്ടിയിലായതുകൊണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും കറി ഒന്നുകൂടി കുറുകി വരും. കറി തയ്യാറായി ഉടനെ തന്നെ കഴിക്കാതെ കുറച്ച് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് തണുത്ത് കറി ഒന്ന് സെറ്റ് ആയതിനു ശേഷം കഴിക്കുമ്പോഴാണ് ഈ ഒരു കറിയുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്. മറ്റു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക് യു.